അമേരിക്കയിൽ ഷാലോം വേൾഡ് എന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനൽ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. 1-ാം വർഷം മുതൽ ഞാൻ ആദ്യം മുതൽ അവിടെ ഉണ്ട്. 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇംഗ്ലീഷുകാരുടെ ഇടയിലോ സ്പാനിഷുകാരുടെ ഇടയിലോ ഒന്നും ചെയ്യാൻ കഴിയാതെ ആന്തരികമായി വലിയ വിഷമത്തിലായിരുന്നു ഞാൻ ഓർത്തു, ദൈവമേ, ഈ പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എനിക്കവിടെ ശുശ്രൂഷകളായിട്ട് പോകുന്ന നേരത്ത് ഈ ഇംഗ്ലീഷ് സ്പാനിഷ് ജനതയുടെ മുമ്പിൽ ഒരു ശുശ്രൂഷയും ചെയ്യാനോ അതിനുള്ള ധൈര്യമോ അവരുടെ മേൽ സ്വാധീനം ചെലുത്താനോ എനിക്ക് കഴിയണില്ലല്ലോ. ഞാൻ ആകപ്പാടെ വിഷമിച്ചു സഹോദരങ്ങളെ. ആകപ്പാടെ വിഷമിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന നേരത്താണ് പ്രത്യേകിച്ചും അമ്മ മറിയത്തിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത്. അമ്മ മറിയത്തിൻ്റെ വിമല ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണ നേരത്ത് അമ്മ മറിയം ഒരർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ തെളിയിച്ചു തന്ന ഒരു കാര്യമായിരുന്നു, ഒരു ഹീലിംഗ് സർവീസ്, ഒരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ അവിടെ തുടങ്ങുക എന്ന്. ആ ശുശ്രൂഷയിൽ ആദ്യം പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് 24 പേരാണ്. അപ്പോൾ ആ 24 പേരുടെ മുമ്പിൽ ഒരു കൊച്ചു പ്രാർത്ഥനാ സമൂഹമാണ്. ആ 24 പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ കാര്യമായിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയാണ്. ഏതാണ്ട് 25,000 പേരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് ഞാൻ 24 പേരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. പക്ഷേ തമ്പുരാൻ്റെ സഹായം കൊണ്ട് ഈ 24 പേരുടെ മുഖത്ത് യാതൊരു വ്യത്യാസവുമില്ല. അവർ ചിരിക്കണില്ല, അവർ കരയണില്ല, എന്നോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നില്ല, ഒന്നുമില്ല. ഒരു പ്രത്യേകമായ മരവിച്ച വിധത്തിൽ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ആകപ്പാടെ വിഷമമായി. ഞാൻ ഇതിൻ്റെ ഇടയിൽ എഴുതി ഒരുങ്ങി കൊണ്ടുപോയിരിക്കുന്ന അമേരിക്കക്കാർ പറയുന്ന തമാശ ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ടും കേൾക്കണില്ല, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് ആകപ്പാടെ വിഷമമായി. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത്, ഈ 24 പേരിൽ 22 പേര് സ്പാനിഷുകാരായിരുന്നു. ഞാൻ സംസാരിച്ചതാകട്ടെ ഇംഗ്ലീഷിലും ആയിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ആർക്കും മനസ്സിലായുമില്ല. പക്ഷേ ഈ ശുശ്രൂഷ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അതിൽ 2 സ്ത്രീകൾ പറഞ്ഞു, ഒരാൾക്ക് പാദ്രേ, ഞങ്ങൾക്ക് പാദ്രേ എന്ന് പറഞ്ഞ പ്രീസ്റ്റാണ്, പാദ്രേ, എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമർ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ ട്യൂമർ കാണാനില്ല എന്ന് പറഞ്ഞു എന്ന് ചേർന്ന് പറഞ്ഞത്. ഹല്ലേലൂയ, കൈയടിക്കാൻ അവിടെ നിൽക്കട്ടെ. ആ ചേടത്തി എന്നോട് പറഞ്ഞത് സ്പാനിഷിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? സി എന്ന് പറഞ്ഞ് എല്ലാവരും സി എല്ലാവരും സ്പാനിഷ് സ്കോളേഴ്സായി സി എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കരുതിയത് എനിക്ക് മനസ്സിലായി എന്നാണ്. സത്യത്തിൽ സി എന്ന് പറയാൻ എനിക്ക് കിട്ടുകയുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് തമ്പുരാൻ്റെ സഹായം കൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ആൾ വന്നുകൊണ്ടാണ് എന്നോട് പറയുന്നത്, നമ്മുടെ ഈ സഹോദരി പറഞ്ഞത് അവരുടെ ഉള്ളിൽ ഒരു ട്യൂമർ ഉണ്ടായി. ആ ട്യൂമർ അന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നേരത്ത് പാദ്രേ അവർ സൗഖ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്ന്. സഹോദരങ്ങളെ, അമ്മേ അമ്മേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അമ്മ നമുക്ക് വഴികൾ ഒരുക്കി തരും. അമ്മേ അമ്മേ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം വഴികൾ മുട്ടിക്കിടക്കുന്നുണ്ടോ, സമുദ്രത്തിൽ വഴിയൊരുക്കുന്നവൻ, മരുഭൂമിയിൽ പാതയൊരുക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി വഴിയൊരുക്കി തരും. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: അമ്മേ 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മേ അമ്മേ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് കാര്യം പിടികിട്ടും. ചേർന്ന് പറയാം ഹല്ലേലൂയ. നാലാമത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അമ്മയെ ആദരിക്കുന്നത്? സഹോദരങ്ങളെ, സ്വർഗം എന്ന് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് സത്യത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ദിവ്യകാരുണ്യ ഈശോ ഇരിക്കുന്ന നേരത്ത് അമ്മയുടെ അടുത്ത് എന്ന് നമ്മൾ അമ്മയെ മുത്തി എന്ന് കരുതിക്കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് അസൂയൊന്നും തോന്നില്ല. പക്ഷെ നമ്മളാണെങ്കിൽ അസൂയ തോന്നും. നമ്മളിങ്ങനെ ചിന്തിക്കും, നമ്മളിവിടെ ഉള്ളപ്പോൾ എന്തിനാണ് അവിടെ പോയി പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ പറയാറില്ലേ? ഞാനിവിടെ അപ്പനായിട്ടുള്ളപ്പോൾ എന്തിനാണ് അമ്മയോട് ചെന്ന് പറഞ്ഞത്? ഞാനിവിടെ വികാരിയായിട്ടിരിക്കുമ്പോൾ എന്തിനാണ് അസിസ്റ്റൻ്റ് വികാരിയോട് പറഞ്ഞത്? ഞാനല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ഞാനിവിടെ ഡയറക്ടർ അച്ഛനായിട്ടിരിക്കുമ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടറോടാണ് കാര്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കുനിഷ്ഠ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തിലെ
നമ്മുടെ കർത്താവിനോ കർത്താവിനോട് ചേർന്നിരിക്കുന്നവർക്കോ കുനിഷ്ഠബുദ്ധിയില്ല. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് കാനായിൽ കല്യാണ വിരുന്നിൻ്റെ സമയത്ത് വേണമെങ്കിൽ ഈശോയ്ക്ക് ചോദിക്കാമായിരുന്നു, അമ്മേ നീ എൻ്റെ അടുത്ത് വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ, സത്യത്തിൽ അവർക്ക് വീഞ്ഞില്ലെങ്കിൽ അവർ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയേണ്ടതല്ലേ? അവർ വന്ന് എൻ്റെ അടുത്ത് പറയാതെ നീ നിൻ്റെ അടുത്താണോ പറയുന്നത്? നിനക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ, എൻ്റെ അടുത്തല്ലേ പറയേണ്ടത്? ഇങ്ങനെ നമ്മളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും. ഞാനും ഒരു അസിസ്റ്റൻ്റ് അച്ഛനും കൂടിയാണ് അവിടെ പോകുന്നതെങ്കിൽ അസിസ്റ്റൻ്റ് അച്ഛൻ്റെ അടുത്ത് എന്നാണ് അവർ വീഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ഉടനെ പറയും, എന്തു പറയും? ഞാനിവിടെ ഉള്ളപ്പോഴാണോ നിൻ്റെ അടുത്താണോ വീഞ്ഞിൻ്റെ കാര്യം പറയേണ്ടത്? അത് എൻ്റെ അടുത്തല്ലേ പറയേണ്ടത്. നമ്മളിത് പറയാൻ കാരണം നമ്മൾ സാധാരണ മനുഷ്യരും കുനിഷ്ഠ ബുദ്ധി കൂടുതലുള്ളത് കൊണ്ടുമാണ്. എന്നാൽ ദൈവരാജ്യത്തിലാകട്ടെ അങ്ങനെ ഇല്ല. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു കോൺവെൻറ്റിൽ മദറിനോടല്ല കാര്യം പറഞ്ഞത്, അസിസ്റ്റൻ്റ് മദറിനോടാണെന്ന് പറഞ്ഞെന്ന് കരുതുക. എല്ലാ മഠങ്ങളിലും പ്രശ്നം ഉണ്ടാകണമെന്നില്ല. ചില മഠങ്ങളിൽ ആ ഒരു ഈഗോ മതി ഒരുപാട് നേരത്തെ വഴക്കുണ്ടാകാൻ. സഹോദരങ്ങളെ ഓർക്കണം, സഭയിൽ വഴക്കുണ്ടാകുന്നത് ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ കൊണ്ടല്ല. സഭയിൽ ഭിന്നിപ്പുണ്ടാകുന്നതും വിവിധങ്ങളായ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് മറ്റൊരു കാരണം കൊണ്ടല്ല, ലൂസിഫർ ഇറങ്ങി വരുന്നത് കൊണ്ടുമല്ല, മറിച്ച് മനുഷ്യൻ്റെ ഉള്ളിലുള്ള അഹങ്കാരവും അസൂയ കൊണ്ടുമാണ്. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. എന്നാൽ ഈ പരിശുദ്ധിയായ അമ്മയ്ക്കാകട്ടെ അതില്ല. ദൈവസുതനായ ഈശോയ്ക്കാകട്ടെ അതില്ല. മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട്, ഈശോ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ പ്രസംഗിച്ച് കുറേ സമയമായി. പ്രസംഗിച്ചിങ്ങനെ കുറേ സമയമായി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്കാണ് വിശപ്പ് തുടങ്ങിയത്. അപ്പോൾ ശിഷ്യന്മാർ ചെന്നുകൊണ്ടാണ്, പത്രോസ് എന്നുകൊണ്ടാണ് പറയുന്നത്, ഈശോയുടെ അടുത്തേക്ക് പറയുന്നത്, ഈശോയെ ഇവർ കുറേ നേരമായിട്ട് ഇരിക്കുന്നു, ഇവരെ നീ പറഞ്ഞു വിടണം. ഇവരെ നീ പറഞ്ഞു വിട്ടില്ല എങ്കിൽ സത്യത്തിൽ ഇവർ വിശന്ന് ആകപ്പാടെ വലഞ്ഞു പോകും. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ട് കൊടുക്കണം. നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും? നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാണ്? അവർക്ക് വിശപ്പുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ആ കാര്യം നേരിട്ട് കൊള്ളും. പക്ഷെ സഹോദരങ്ങളെ, ഈശോ അങ്ങനെയല്ല ചിന്തിച്ചത്. ഓക്കെ, പത്രോസാണ് വന്ന് പറഞ്ഞത്, കൊള്ളാം. ഇതുപോലെ തന്നെ ഇനി അമ്മയിലേക്ക് വരിക. അമ്മയോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അവളുടെ ഒരു ബാധ്യതയാണ്. അവളത് നിർബന്ധമായും ചെയ്യും. അമ്മയിലൂടെ യഥാർത്ഥമായ വഴിയിലൂടെ പ്രവേശിക്കാൻ കഴിയാത്ത ചിലർക്ക് ജനാലയിലൂടെ പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവായ ദൈവം അവസരം കൊടുക്കാറുണ്ട്. ഈ ജനാല എന്ന് പറയുന്നതാണ് ഈ പരിശുദ്ധ മറിയം എന്ന് പറയുന്നത്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന്, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ, സഭയിൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ. അമ്മയെ ആദരിച്ചാൽ ഈശോയ്ക്ക് വിഷമമുണ്ടാകലെന്ന് മാത്രമല്ല, ഈശോയ്ക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായി, ഇതാ കൃപ നിറഞ്ഞവളാണ് അമ്മ. ഫുൾ ഓഫ് ഗ്രേസ് ആണ് അമ്മ. കൃപ മുഴുവൻ നിറഞ്ഞതുകൊണ്ടാണ് കൃപയുടെ വിതരണക്കാരിയാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മയോട് ചേർന്നിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്തെന്നില്ലാത്തൊരു ദൈവകൃപ കാണാനായിട്ട് കഴിയും. എന്തെന്നില്ലാത്തൊരു സമാധാനം, എന്തെന്നില്ലാത്ത ദൈവിക പുണ്യങ്ങളുടെ നിറവ് കാണാനായിട്ട് കഴിയും. രണ്ടാമതായി, പുത്രന്മാരുടെ മേൽ ഏറ്റവും അധികം അവകാശമുള്ളത് അമ്മമാർക്കാണ്. എങ്കിൽ ഏറ്റവും അനുഗ്രഹീതനായ പുത്രൻ ഈശോവാണ്. ഏറ്റവും അനുഗ്രഹീതയായ അമ്മ മറിയമാണ്. ഈ അമ്മയ്ക്ക് പുത്രനായ യേശുവിൻ്റെ മേൽ അവകാശമുണ്ടെങ്കിൽ ആ അവകാശത്തിൻ്റെ മേൽ നമ്മുടെ പ്രാർത്ഥനകളെ അവൾ നമുക്കായി നേടിത്തരും. മൂന്നാമതായി, യൂതന്മാരുടെ രാജാവായ നസ്രായനായ യേശു. ആരാണ് രാജ്ഞി? രാജ്ഞി പരിശുദ്ധ മറിയമാണ്. രാജ്ഞി കുരിശിൻ്റെ താഴെയുണ്ട്, രാജാതിരാജൻ കുരിശിൻ്റെ മുകളിലുമുണ്ട്. നാലാമതായി, അവസാനമായി നമ്മൾ കണ്ടു, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്, സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അവിടെ അസൂയയില്ല, അവിടെ അഹങ്കാരമില്ല. ഞാൻ ഒരിക്കലും പ്രസംഗിക്കുന്നതിന് മുമ്പ്
അമ്മയെക്കുറിച്ച് അപ്പനെക്കുറിച്ച് പ്രസംഗിക്കാൻ യൗസേപ്പ് പിതാവിൻ്റെ വർഷം, യൗസേപ്പ് പിതാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുമ്പ് എൻ്റെ മുറിയിലുള്ള അമ്മ മറിയത്തിനോട് ഞാൻ ചെന്ന് ചോദിച്ചു, പുള്ളിയെക്കുറിച്ച് എന്താണ് അമ്മേ ഞാൻ പറയേണ്ടത്? എന്താണ് അമ്മേ സത്യത്തിൽ നിൻ്റെ ഭർത്താവായ യൗസേപ്പിനെ കുറിച്ച് പറയേണ്ടത്? യൗസേപ്പിനെ നിനക്കാണല്ലോ കൂടുതൽ പിടിയുള്ളത്. അപ്പം അമ്മ പറഞ്ഞു, എൻ്റെ അച്ചു ഒന്നും പറയണ്ട, അതുപോലൊരു ഭർത്താവിനെ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അന്ന് ആരംഭിച്ചത്. അമ്മയ്ക്ക് വിരക്ത ഭർത്താവായ യൗസേപ്പിനോട് ആദരവാണ്, യൗസേപ്പിന് അമ്മ മറിയത്തോട് ആദരവാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഇവരൊരു കൂട്ടായ്മയായതുകൊണ്ട് നമ്മൾ പറയുന്ന നേരത്ത് തന്നെ അത് ഈശോയുടെ അടുത്ത് പറയാനും ഈശോയിലൂടെ നമുക്ക് നേടിത്തരുവാനുമായിട്ടും ആ ദൈവം കൃപ ചെയ്യും. ചേർന്നൊന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും ആമുഖമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അമ്മ മറിയത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനം നമുക്ക് നടത്തി നമുക്ക് ഒരുമിച്ച് അമ്മയോട് ചേർന്ന് തുടർന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: മറിയം എഴുന്നേറ്റ് യൂദയായിലെ മലം പ്രദേശത്തേക്ക് യാത്രയായി. മറിയം എഴുന്നേറ്റ് തിടുക്കത്തിൽ യൂദയായിലെ മലം പ്രദേശത്തേക്ക് യാത്രയായി. 3 കാര്യങ്ങളാണ് ആ വചനത്തിൽ നമ്മൾ കാണുന്നത്. മറിയം എഴുന്നേറ്റു. മറിയം എഴുന്നേറ്റു. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും, മറിയം എഴുന്നേറ്റു. രണ്ടാമത്, മറിയം തിടുക്കം കൂട്ടി. ചേർന്നത് പറഞ്ഞേൻ, മറിയം തിടുക്കം കൂട്ടി. മൂന്നാമതായി, മറിയം യാത്ര തിരിച്ചു. 3 കാര്യങ്ങളാണ് അമ്മ മറിയം ചെയ്യുന്നത്. മറിയം എഴുന്നേറ്റു, മറിയം തിടുക്കം കൂട്ടി, മറിയം യാത്ര ചെയ്തു. സഹോദരങ്ങളെ ഓർക്കുക, ഈശോ ആരിലെല്ലാം വരുന്നുണ്ടോ അവരെല്ലാവരും എഴുന്നേൽക്കും. നമ്മൾ പാപത്തിൻ്റെ കെട്ടുകളിലാണ് കഴിയുന്നതെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. ദാരിദ്ര്യത്തിൻ്റെ ഏറ്റവും നിറഞ്ഞ ദുഃഖത്തിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. പ്രാർത്ഥിക്കാൻ കഴിയാതെ ഇപ്പോഴും ഒരു ആത്മീയമായ മന്ദതയിലാണ് നമ്മുടെ ആത്മാവ് കഴിയുന്നതെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. ശബ്ദമുണ്ടാക്കിയാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഒരു ജനക്കൂട്ടത്തിൽ വന്നിരുന്നാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല. വെർച്വലായി അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, നിങ്ങൾ അലക്ഷ്യമായി എവിടെയെങ്കിലും ഇരുന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എഴുന്നേൽക്കാൻ കഴിയണമെന്നില്ല. ഈശോ വരുന്ന നേരത്താണ് എഴുന്നേൽക്കുന്നത്. ഈശോ ആരുടെ എല്ലാം അടുത്തേക്ക് വരുന്നുണ്ടോ അവർ എഴുന്നേൽക്കും. നമുക്ക് ബൈബിളിലെ ഈശോ എഴുന്നേൽപ്പിച്ച, ഈശോ വന്നു കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കാൻ അവസരമുണ്ടായ ഏതാനും പേരെ നമുക്കൊന്ന് കാണാം. ആദ്യമായി, ക്രിസ്മസിൻ്റെ തലേ രാത്രിയിൽ ദൂതന്മാർ അയക്കപ്പെട്ടത് ഇടയന്മാരുടെ അടുത്തേക്കാണ്. ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു, ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഇതാ, ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: അവർ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരിക്കലും ഈ ദൂത്, ഈശോ ജനിച്ച അറിയാൻ അവസരം ഉണ്ടാകാൻ ഇടയില്ലാത്തൊരു സമൂഹമാണ് ഈ പറഞ്ഞ ഇടയന്മാരെന്ന് പറയുന്നത്. കാരണം ഏതോ ഒക്കെ മലഞ്ചെരുവിൽ ജോലി ചെയ്യുന്നവരാണ് അവർ. നാളുകളായിട്ട് ആടുകളെ മേയ്ക്കുന്നതാണ്. അവരുടെ അടുത്തേക്ക് ആരാണ് ദൂതുമായിട്ട് ചെല്ലുന്നത്? ഒരു പക്ഷേ സിറ്റികളിലാണ് വിശേഷങ്ങൾ പെട്ടെന്ന് അറിയുന്നത്, ഇങ്ങനെയുള്ള വാർത്തകൾ പെട്ടെന്ന് അറിയുന്നത്. അന്ന് ചാനലുകളോ പത്രങ്ങളോ ഇല്ലാത്ത സമയങ്ങളിൽ പൊതുവെ ഏതെങ്കിലും സിറ്റിയുടെ കവലയിൽ ചെന്ന് ആളുകൾ ഇങ്ങനെ പ്രഭാതത്തിൽ വിളിച്ചു പറയും തലേ ദിവസമുണ്ടായ വാർത്തകൾ. പക്ഷെ ഒരിക്കലും ഈ മലഞ്ചെരുവിൽ ചെന്ന് ഈ വാർത്ത ആരും വിളിച്ചു പറയാനായിട്ട് ഇടയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവായ ദൈവം ഇങ്ങനെ തീരുമാനിച്ചു: ഏകസുതനായ ഈശോയെ ഭൂമിയിലേക്ക് അയക്കുന്ന നേരത്ത് ഈ ദൂത് ആദ്യം കേൾക്കേണ്ടത് ഈ ഇടയന്മാരാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, ദുഃഖത്തിൽ കഴിയുന്നവർ, എല്ലാ കാലത്തും സങ്കടത്തിൽ കഴിയുന്നവർ, ഇവരിലേക്കാണ് കർത്താവിൻ്റെ ദൂത് ആദ്യം ചെന്നത്. ഇന്ന് ഈ കേൾക്കുന്നവരിൽ നിരന്തരം സങ്കടമുള്ളവരാണോ? പ്രിയപ്പെട്ട അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങൾ ഓർക്കണം, നിരന്തരം ദുഃഖിക്കുന്നവർക്ക്, നിരന്തരം
തലതാഴ്ത്തി കഴിയുന്നവർക്ക് കർത്താവിൻ്റെ ദർശനം കാണുക എളുപ്പമല്ല. അധികമായ ദുഃഖം നമ്മളെ തളർത്തിക്കളയും. അതുകൊണ്ടാണ് യോഹന്നാൻ 16:20 ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. വലതുകരം ഉയർത്തുന്നു പറഞ്ഞേൻ ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ദുഃഖമുണ്ടാകാം, പക്ഷേ ഈശോ വരുന്ന നേരത്താണ് ദുഃഖം മാറുന്നത്. ചിലർ പ്രാർത്ഥിക്കുന്നത് മക്കള് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, മക്കള് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിരന്തരം ഈ അമേരിക്കയിലും യൂറോപ്പിലുള്ള മക്കളെ കണ്ടുകൊണ്ടാണ് വരുന്നത്. ഞാനൊരു വിശേഷം പറയാം, എന്നിട്ട് ഈ വചനത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ നാളുകളായി ആ ചേച്ചി പോയത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? മോൻ ജർമ്മനി പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോൻ ജർമ്മനി പോയി ജോലി കിട്ടാനുള്ള വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചേച്ചി നിരന്തരം പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിച്ച് ഈശോ അത് കേട്ടു, ഈശോ മറുപടി കൊടുത്തു. ആ ചേച്ചിയുടെ മോനെ ഞാൻ കണ്ടു, ജർമ്മനിയിൽ വെച്ച് കണ്ടു. അപ്പോഴാണ് മനസ്സിലാകണത്, അവൻ്റെ വിസയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ഇച്ചിരി പ്രശ്നമുണ്ടായി. വിസ 1 വർഷം മാത്രമേ കിട്ടിയുള്ളൂ. 2ാം വർഷത്തേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ല, നീട്ടി കൊടുത്തില്ല. അപ്പോഴാണ് അവിടെയുള്ള ഒരു ജർമ്മൻകാരൻ, ഒരു വെള്ളക്കാരൻ ഇവരോട് പറഞ്ഞു, ഞാൻ വിസ നീട്ടിത്തരാനുള്ള കാര്യങ്ങൾ ചെയ്യാം, ഒറ്റ കാര്യം നീ ചെയ്താൽ മതി, നീ എന്നെ കല്യാണം കഴിക്കണം. പുരുഷനാണ്, നീ എന്നെ കല്യാണം കഴിക്കണം. നീ എന്നെ കല്യാണം കഴിക്കാമെങ്കിൽ ഞാൻ നിനക്ക് വിസ നീട്ടിത്തരാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. ഇവൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അവൻ ഇവനെ ഗേ മാരേജ്, സുവർഗ വിവാഹം അനുവദിക്കപ്പെട്ട നാടായതുകൊണ്ട് അവർ സിവിലായിട്ട് മാരേജ് രജിസ്റ്റർ ചെയ്തു. ഈ അമ്മയെ ഞാൻ പിന്നെ കണ്ടു. ഈ അമ്മ പറയുകയാണ്, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചാണ് ഞാൻ അവനെ ജർമ്മനിയിൽ വിട്ടത്. എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരുപാട് ചെറുപ്പക്കാരെയും വലിയവരെയും നിരന്തരം കാണുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ഓർക്കണം, ദൈവഹിതം നിറവേറ്റാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. തീർച്ചയായും അവർ വിദേശ രാജ്യങ്ങളിൽ പോകണം, ജോലി സാധ്യതകൾക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി. പക്ഷേ ദൈവഹിതം നിറവേറാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത്. ദൈവഹിതമല്ല എങ്കിൽ അവൻ പോകാൻ ദൈവമേ അനുവദിക്കരുതേ എന്നുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ കൂടുതൽ വിശദീകരണങ്ങൾ പിന്നീട് പോകാം. ഇതാ ആദ്യമായി വാർത്ത കിട്ടുന്നത് ഇടയന്മാർക്കാണ്. ഒരിക്കലും ആ വാർത്ത ചെന്നുപെടാൻ ഇടയില്ലാത്ത ഇടങ്ങളിലേക്ക്. അവർക്ക് ഒരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. അവരെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഈ ആടുകളെ മാത്രം നോക്കി. പ്രത്യേകിച്ചും ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായ ആളുകൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ആടുകളെയാണ് ഈ ഇടയന്മാർ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു രാത്രിയിൽ അവർ കേൾക്കുന്നത്, യഥാർത്ഥ കുഞ്ഞാട്, യഥാർത്ഥ ബലിയാട്, പാപമില്ലാത്ത കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപം മാറ്റുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് പിറന്നു എന്ന വാർത്തയുമായിട്ടാണ് ഗബ്രിയേൽ ദൂതൻ അവിടെ ചെല്ലുന്നത്. ഉടനെ തന്നെ ബൈബിൾ എഴുതി, അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ബെത്ലഹം വരെ പോകാം. ദുഃഖങ്ങളൊക്കെ സന്തോഷമായിട്ട് മാറുന്നത് പൈസ കിട്ടുമ്പോൾ മാത്രമല്ല, വിസ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, വിദേശ രാജ്യം കാണുമ്പോൾ മാത്രമല്ല, മറിച്ച് ആത്യന്തികമായി ദുഃഖം സന്തോഷമായി മാറണമെങ്കിൽ ഈശോ വരണം. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഈശോ വരാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കണം, അമ്മമാരെ, എൻ്റെ മോന് ഈശോ ഇല്ലെങ്കിൽ, ഈശോ ഇല്ലാത്ത ഇടത്തേക്ക് എൻ്റെ മോൻ പോകണ്ട. കുടിയേറാൻ വേണ്ടി, മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി ഒരുപാട് ദാഹിച്ച് കണ്ണീരൊഴുക്കി, കുടിയേറി കഴിഞ്ഞ് മറ്റൊരു ദേശത്ത് വന്ന് വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവൻ പോയതിനെ ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്ന അമ്മമാരെ ഞാൻ കാണാറുണ്ട്. എന്താണ് പ്രശ്നം? നമ്മുടെ ദുഃഖം സന്തോഷമായി മാറാൻ പൈസ മാത്രം പോരാ. നമ്മുടെ ദുഃഖം സന്തോഷമായി മാറാൻ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്താൽ മാത്രം പോരാ. ആത്യന്തികമായി നമുക്ക് വേണ്ടത്, നമുക്ക് ബെത്ലഹം വരെ പോകണം, നമുക്ക് ഈശോയെ കാണണം. ഇതാ ഇടയന്മാർ എഴുന്നേറ്റു.
ഇടയന്മാർ എഴുന്നേറ്റ് അവിടെ ചെന്നു, ഈശോയെ കണ്ടു, ഈശോയെ വണങ്ങി അത്യുത്സാഹത്തോടെ അതിസന്തോഷത്തോടെ. ലൂക്കാ സുവിശേഷകൻ 2-ാം അധ്യായം പറയും, വലിയ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി. യോഹന്നാൻ 16:20 ദുഃഖം സന്തോഷമായി മാറാൻ ഈശോ വരണം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. രണ്ടാമത്, എഴുന്നേറ്റവർ ജ്ഞാനികളാണ്. അവരിങ്ങനെ ഒരുപാട് അന്വേഷിച്ച് പോകുന്നവരാണ്. ഈ കൂട്ടത്തിലുണ്ടായിരിക്കാം ഒരുപാട് ചെറുപ്പക്കാർ. അവർ അവിശ്വസിക്കുന്നത് കൊണ്ടല്ല, നമുക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ട്. ഇത്രയും ശബ്ദത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും ഞങ്ങൾ പള്ളിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഇവർ ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ സംശയത്തിൻ്റെ ദുരാത്മാവ് ഒരുപാട് ചെറുപ്പക്കാരെ വലയം ചെയ്യും. പ്രിയമുള്ളവരെ, സംശയിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളെപ്പോലെ ഒരു അന്വേഷണം നടത്തിയ ഒരു സമൂഹമുണ്ട് ബൈബിളിൽ. അവരാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ജ്ഞാനികൾ എന്ന് പറയുന്നത്. അവരിങ്ങനെ അന്വേഷിക്കുകയാണ്, എവിടെയാണ് സത്യം, എവിടെയാണ് ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടമായ സത്യം ഇരിക്കുന്നത്, എവിടേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. അങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് നക്ഷത്രങ്ങൾ പരിചയമുള്ള ഇവർ യഥാർത്ഥ നക്ഷത്രമായ ക്രിസ്തുവിനെ കാണുകയാണ്. ആ നക്ഷത്രം ക്രിസ്മസിൻ്റെ രാത്രിയിൽ അവരുടെ തലയിൽ മുകളിൽ തെളിഞ്ഞു വന്നപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി. ഇത്രയും കാലം ഞങ്ങൾ കാണാത്ത ഒരു നക്ഷത്രമാണ് ആ ആകാശത്ത് ഞങ്ങൾ കണ്ടത്. ആ നക്ഷത്രത്തിൻ്റെ പിറകെ പോകാൻ അവർ എഴുന്നേറ്റ് പതുക്കെ പതുക്കെ ബേത്ലഹേമിലേക്ക് ചെന്നു, കാലിത്തൊഴുത്തിലേക്ക് ചെന്നു. അവരുടെ കാഴ്ചകൾ അർപ്പിച്ചു. അവരുടെ ജീവിതം തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ കാഴ്ചകൾ അർപ്പിച്ചത്. ഈ കാഴ്ചകൾ അർപ്പിച്ച് ഉണ്ണിയെ ആരാധിച്ച് അവർ ഭവനത്തിലേക്ക് മടങ്ങി. അവർ എഴുന്നേറ്റു. ഏതെല്ലാം തെറ്റായ ആശയങ്ങളുടെ പിറകെ മനുഷ്യർ പോകുന്നുണ്ടോ, തെറ്റായ സിദ്ധാന്തങ്ങളുടെ പിറകെ പോകുന്നുണ്ടോ, അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം കിട്ടാൻ യേശു വരണം. സഹോദരങ്ങളെ, ഒരറിവിനും നമ്മളെ വിടുവിക്കാനുള്ള ശക്തിയില്ല. മറിച്ച് നമ്മളെ വിടുവിക്കാനുള്ള ശക്തിയുള്ളത് കർത്താവായ യേശുവിന് മാത്രമാണ്. ഹല്ലേലൂയ. ട്രൂത്താണ്, സത്യമാണ് നമ്മളെ വിടുവിക്കുന്നത്. മറ്റൊന്നിനും നമ്മളെ വിടുവിക്കാനുള്ള ശക്തിയില്ല. സത്യം എന്ന് പറയുന്നതാണ് അന്ന് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നത്. അവർ എഴുന്നേറ്റു.